ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ കടലാക്രമണം രൂക്ഷം. കടലാക്രമണ ഭീതിയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് തൃക്കുന്നപ്പുഴയിലെ തീരദേശവാസികൾ. കടൽ ഭിത്തി വീണമെന്ന ആവശ്യം മാറി മാറി ഭരിച്ച LDF UDF സർക്കാരുകൾ തള്ളിക്കളഞ്ഞെന്ന് തീരദേശവാസികൾ പറയുന്നു. പ്രദേശത്തെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന റോഡും പൂർണ്ണമായി തകർന്നു കിടക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇവിടെ നിന്ന് നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ മിഥുൻ മുരളിയാണ് ചേരുന്നത്. മിഥുനെ, അതായത് ഈ തൃക്കുന്നപ്പുഴയിലെ തീരദേശവാസികൾ, മിഥുൻ ആദ്യമേ അവിടെ സുരക്ഷിതനായി തുടരാൻ ശ്രദ്ധിക്കുക എന്ന് ആദ്യമേ പറയട്ടെ. ഈ തൃക്കുന്നപ്പുഴയിലെ നിവാസികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ വർഷങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നമാണ് ഈ കടലാക്രമണം എന്ന് പറയുന്നത്. അവിടെയുള്ള നേരത്തെ ഭരിച്ചിരുന്ന സർക്കാരായാലും ഇപ്പോഴുള്ള സർക്കാരായാലും ആരും അവരുടെ ആവശ്യങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു കടൽ ഭിത്തി വേണമെന്നുള്ള ആവശ്യം അവർ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ ഈ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ വീണ്ടും വലിയ തരത്തിലുള്ള കടലാക്രമണ ഭീഷണിയാണ് അവർ നേരിടുന്നത്. അപ്പോൾ ഇനിയെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കാൻ ഏതെങ്കിലും സർക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനങ്ങൾ തയ്യാറാകുന്നുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ആതിര, ഭീതിജനകമായ അവസ്ഥയാണ്. കടലാക്രമണം രൂക്ഷമാണ്. വീടുകളിലേക്ക് കടൽ ഇരച്ചു കയറുകയാണ്. വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. 300ഓളം ആളുകൾ ഇവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇതിനോടകം തന്നെ മാറി. തൃക്കുന്നപ്പുഴയിൽ ഗവൺമെൻറ് LP സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. അവിടെ 300ഓളം ആളുകളുണ്ട്. ഈ കടലാക്രമണം ഇന്നലെ രാത്രി മുതൽ രൂക്ഷമായി. ഈ വീടിൻ്റെ ജനാലകൾ തകരുന്നു, വീടിൻ്റെ ഭിത്തിക്ക് വിള്ളലുകൾ സംഭവിക്കുന്നു, വീട് കുലുങ്ങുകയാണ്, വീടിന് ഇളക്കം സംഭവിക്കുകയാണ് എന്നുള്ളതാണ് ഈ തീരദേശവാസികൾ പറയുന്ന ഒരു കാര്യം. വർഷങ്ങളായി ഇവർ കടൽഭിത്തി ആവശ്യപ്പെടുന്നുണ്ട്. ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം എന്നുള്ളത്. കടൽഭിത്തി, ഈ പുലിമുട്ടോട് കൂടിയ കടൽഭിത്തി ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. വർഷങ്ങളായി ഇവർ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം മാത്രമാണ്, കടൽഭിത്തി വേണം എന്നുള്ളതാണ്. പക്ഷേ മാറി മാറി ഭരിച്ച സർക്കാരുകൾ എല്ലാം ഇവരുടെ ആവശ്യത്തെ നിരാകരിക്കുകയായിരുന്നു. ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ ഈ കടൽഭിത്തി എന്നുള്ള ഒരു ആവശ്യം നിരാകരിച്ചതോടുകൂടിയാണ് ഏറ്റവും ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഒരു തീരദേശ റോഡ്, ഇവരെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു തീരദേശ റോഡുണ്ട്. ആ റോഡും തകർന്ന് അടിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഈ ഒരു റോഡ് വേണം, തങ്ങൾക്ക് പുറംലോകവുമായുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യമാണ്. ഒപ്പം ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി കടൽഭിത്തി വേണം എന്നുള്ള ഇവരുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചതോടുകൂടിയാണ് എല്ലാ കാലവർഷം ഉണ്ടാകുമ്പോഴും ഭീതിജനകമായ അവസ്ഥയിലേക്ക് ഇവർ മാറുന്നത്. വീട്ടിൽ രാത്രിയിൽ കിടന്നുറങ്ങാൻ ഭയമാണ്. കുട്ടികളുണ്ട്, വയോധികരുണ്ട്, കിടപ്പ് രോഗികളടക്കമുള്ള പ്രദേശമാണ്. അവിടെ സമാധാനത്തോടെ എന്തും സംഭവിക്കാം എന്നുള്ളൊരു ഭീതിജനകമായ അവസ്ഥയിൽ കഴിയേണ്ടി വരുന്നു എന്നുള്ളത് ഏറ്റവും വേദനാജനകമായ ഭീതിജനകമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഈ തീരദേശവാസികൾ ആവർത്തിച്ച് പറയുന്നത്. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട സർക്കാർ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കൂ, ഞങ്ങളെ ഈ ഇത്രയും ദുരിതത്തിലായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന് ഒരു ശവമോക്ഷം നേടിത്തരൂ എന്നുള്ളതാണ് സർക്കാരിനോട് ഈ ഒരു ദുരന്ത സമയം എന്ന് തന്നെ പറയാം, എത്രയും ഭീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പറയുമ്പോൾ അവർക്ക് ആവശ്യപ്പെടാനുള്ളത്. വീടിൻ്റെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ വീടിൻ്റെ ഭിത്തിയിലേക്ക് വരെ ഈ കടൽ ഇരച്ചു കയറി ഈ വീടിൻ്റെ അടിഭാഗം, ഈ വീടിൻ്റെ നിലംഭാഗത്തൊക്കെ വിള്ളലുകൾ സംഭവിച്ചിരിക്കുന്നു, കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ഈ ഭിത്തി തന്നെ ഇടിഞ്ഞു വീണേക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. വീട് കുലുങ്ങുകയാണ്, വീടിന് ഇളക്കം സംഭവിക്കുകയാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള, ഈ വീടിൻ്റെ തൊട്ടടുത്ത് ഈ കടലിനോട് ചേർന്ന് താമസിക്കുന്ന ആൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എത്രത്തോളം ഒരു ഭീതിജനകമായുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഈ പ്രദേശം കടന്നു പോകുന്നത്? എത്രത്തോളം എന്ന് വെച്ചെന്നാൽ ഉറക്കമില്ലാത്ത രാത്രികളാണ്. അതുകൊണ്ട് ഒരു 2 ആഴ്ച കൊണ്ട് ഇങ്ങോട്ട് പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടും തകർന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇത് തുടർച്ചയായി വരുന്ന ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തും മറ്റുള്ള ആനുകൂല്യങ്ങൾ, ഇത്രമേൽ തകർന്നു നടക്കുന്ന വീടുകൾക്ക് ഒരു ആനുകൂല്യങ്ങളും സർക്കാർ ഇതുവരെയും അനുവദിക്കുകയോ എടുക്കുകയോ ചെയ്തിട്ടില്ല. അതിലുപരി ഈ ഓരോ ദിവസവും പിള്ളേരെയും കുഞ്ഞുങ്ങളെയും കുട്ടികളെയും കൊണ്ട് ഓരോരുത്തരും ഓരോ വീടുകളിൽ അന്തി ഉറങ്ങാൻ പോലും മടിച്ച് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇപ്പം മാറി പാർത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കോളേജിൽ പോകേണ്ട കുട്ടികളുണ്ട്, സ്കൂളിൽ പോകേണ്ട കുട്ടികളുണ്ട്, അവർക്ക് പരീക്ഷയുണ്ട്, എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. ഇവർക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ്. കടൽഭിത്തിയുടെ ആവശ്യം എത്ര നാളത്തെ പഴക്കമുണ്ട് അതിന്? സാറേ, ഈ കടൽഭിത്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 25-35 വർഷം കൊണ്ട് ഇങ്ങോട്ട് ഈ കടൽഭിത്തിക്ക് ഒരു മെയിൻ്റനൻസും ഇതുവരെയും ചെയ്തിട്ടില്ല. പുലിമുട്ടോടുകൂടി കടൽഭിത്തിയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് വേണ്ടത് പുലിമുട്ടോട് സ്ട്രോങ് ആയ പുലിമുട്ടോട് കൂടി സ്ട്രോങ് ആയ കടൽഭിത്തിയാണ് ഞങ്ങൾക്ക് നിർമ്മിക്കേണ്ടത്. അത് പാറ തന്നെ കൊണ്ടിട്ട് ചെയ്യേണ്ട ഒരു അടിയന്തര ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾ എല്ലാ സ്ഥാനാർത്ഥികളും വന്ന് ഇത് ഭരണം മാറി വന്നാൽ ഉടനെ
അതിൻ്റെ ഭാഗമായിട്ട് രമേശ് ചെന്നിത്തല ഒരുപാട് സഹായങ്ങൾ നമുക്ക് ഈ മേഖലയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പക്ഷേങ്കിൽ ഇപ്പോൾ ഉടനെ ചെയ്യാമെന്നുള്ളൊരു വാഗ്ദാനവും നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ ആരെക്കൊണ്ട് വീടുകൾക്ക് എന്തൊക്കെ കേടുപാടുകളാണ് സംഭവിച്ചത്? വീടുകൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ കിടന്നുറക്കമില്ല, കിടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പിള്ളേരെയും കുട്ടികളെയും കൊണ്ട് ഇപ്പോൾ പറഞ്ഞില്ലേ, ദുരിതാശ്വാസ ഒരു ക്യാമ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ 2 രാത്രി കൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പ്, ഇന്നലെ ദുരിതാശ്വാസ ക്യാമ്പ് ഓപ്പണാക്കി. 2-3 ദിവസം കൊണ്ട് ഇത് തുടർച്ചയായിട്ട് ഈ ശക്തമായ കയറ്റമാണ്. കണ്ടില്ലേ, ഇത് ഈ എത്ര ദിവസമായി ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ തുടങ്ങിയിട്ട് ഒരു 1.5 ആഴ്ച കഴിഞ്ഞു. 1.5 ആഴ്ച കഴിഞ്ഞു. അടുത്ത ദിവസമാണോ ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ടോ ഇത്രയും ശക്തമായത് 3 ദിവസമായി. 3 ദിവസം കൊണ്ട് ഇവിടെ ഇട്ടെറിഞ്ഞ് പോകാൻ ഞങ്ങൾക്ക് പറിച്ചു നടാൻ വേറൊരു മാർഗ്ഗമില്ല. എങ്ങോട്ടെങ്കിലും മാറി ഒരു അത്യാവശ്യം ഒരു 2 സെൻറ്റ് ഭൂമി മേടിക്കണമെങ്കിൽ മേടിക്കാനുള്ള സൗകര്യങ്ങൾ പോലും ഞങ്ങളിലില്ല. 10 ലക്ഷം രൂപ സർക്കാർ തരാൻ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ 10 ലക്ഷം രൂപ കൊണ്ട് ബഹുമാനപ്പെട്ട ഈ ചാനൽ ഉൾപ്പെടെയുള്ള, അതായത് നിയമപാലകരും പിന്നെ സംവിധായകരും ഒന്ന് മനസ്സിലാക്കണം. കാരണം എന്നാൽ 10 ലക്ഷം രൂപ കൊടുത്താൽ 5 സെൻറ്റ് ഭൂമി മേടിക്കാൻ കിഴക്ക് മാർഗമില്ലാത്തൊരവസ്ഥയാണ്. ആകെയുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് കടൽ ഭിത്തി നിർബന്ധമായിട്ടും 100% കടൽ ഭിത്തി സേഫ്റ്റി ആക്കുക എന്നുള്ളതാണ്. അത് സേഫ്റ്റിയാക്കി പുലിമുട്ടും ഞങ്ങൾക്ക് വേണ്ട ഇടങ്ങളിൽ ഇട്ട് തരിക എന്നുള്ളതാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററാണ് ഈ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഭാഗത്ത് പുലിമുട്ടുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് കല്ല് താഴോട്ട് പോയിട്ട് ഒരു കല്ല് പോലും ഇവിടെ ഇല്ലാത്തൊരു സാഹചര്യമാണ്. കണ്ടില്ലേ, ഇപ്പം ഇത്രയും ഓപ്പണായി കിടക്കുന്ന ഏരിയ, ഇത് വേറെ എങ്ങും ഇതേ കൂട്ടുള്ള കണ്ടില്ലേ, ഇത് വീടാണ്. ഈ വീട്ടിൽ അന്തി ഉറങ്ങുന്നില്ല, അന്തി ഉറങ്ങാൻ പേടിയാണ്. എന്നാലും വന്ന് പിള്ളേരെ സ്കൂളിൽ വിടാനും എടുക്കാനും കുട്ടികളടക്കമുണ്ട്. ഇനിയിപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറുന്നുണ്ടോ, അതോ ബന്ധുവീടുകളിലേക്കല്ലോ മാറുന്നുണ്ടോ? എന്താണ്? ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഞങ്ങൾ ഇന്നലെ പോലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ആ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് വന്ന് ഒന്ന് കുളിക്കാനും നടക്കാനും നോക്കിയിട്ട് ഇവിടെ വാട്ടറില്ല, എല്ലാം പൊട്ടി, കറണ്ട് പോയി, ലൈൻ സപ്ലൈ പോയി, എല്ലാം സപ്ലൈ പോയി നഷ്ടപ്പെട്ട് കിടക്കും. സംവിധാനത്തിൽ ആരെങ്കിലും വന്ന് അന്വേഷിക്കുകയോ എന്തെങ്കിലും ഇടപെടലുകളുണ്ടോ? സംവിധാനത്തിൽ വന്ന് അന്വേഷിച്ച തൃക്കുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു, അതിനോട് ചേർന്ന അനുഭാവികളെല്ലാം വന്ന് ഇവിടെ കണ്ടുകെട്ട് പോയെന്നല്ലാതെ ഒരു ക്യാമ്പ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിന് അപ്പുറമായിട്ട് ഒരു നടപടിയും ഇവിടെ ഉൾക്കൊണ്ടിട്ടില്ല. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും ഇവിടെ പുലിമുട്ട് മസ്റ്റായി തരണമെന്ന് ഞങ്ങൾ ദയവായി ദൈവത്തിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് ഉണ്ടായേ ഒക്കൂ, വേറെ ഇവിടുന്ന് ഞങ്ങൾക്ക് പറിച്ചാൽ ഒരു മാർഗമില്ല. പറഞ്ഞ മനസ്സിലായി. അതിപ്പോൾ ഈ തരുന്ന സർക്കാർ തരാമെന്ന് പറയുന്ന 10 ലക്ഷം രൂപ കൊണ്ട് വല്ലതും നടക്കുമെന്ന് ഇവർക്ക് തന്നെ അറിയാം. ഇത് നടക്കത്തില്ല എന്നറിയാം. പക്ഷേങ്കിൽ ഞങ്ങൾ എങ്ങോട്ട് പോകണം? ആതിര, പുലിമുട്ട് മാത്രമേ ഇനി ഇതിനൊരു പരിഹാരമുള്ളൂ എന്നുള്ളതാണ്. ഇവർക്ക് 10 ലക്ഷം രൂപ നൽകി ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് വന്നത്. പക്ഷേ ഇവർ പറയുന്നത് കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. 10 ലക്ഷം രൂപയ്ക്ക് മറ്റൊരിടത്ത് പോയി ഭൂമി വാങ്ങി ജീവിക്കുക എന്ന് പറയുന്നതൊന്നും സാധ്യമല്ല. അതുകൊണ്ട് പുലിമുട്ട് നിർമ്മിക്കുക, പുലിമുട്ടോട് കൂടിയ കടൽ ഭിത്തി ഉണ്ടാവുക, ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കി നൽകുക, തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള കാര്യമാണ് സർക്കാരിനോട് ഇവർ ഏറെ വൈകാരികമായി ആവശ്യപ്പെടുന്നത്. അത്രയും ബുദ്ധിമുട്ടിലാണ് ഈ ഒരു ഭാഗത്ത് ജനങ്ങളുള്ളത്. നിരവധി വീടുകളാണുള്ളത്. ഈ വീടുകളിലെല്ലാം കിടന്നുറങ്ങാൻ ഭയമാകുന്നു എന്ന് പറയുമ്പോൾ അത്രയും മോശമായ സാഹചര്യത്തിൽ കൂടിയാണ്, ഭീതിജനകമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രദേശം പോകുന്നത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ വീടിന് പുറംഭാഗം വരെയാണ്, വീടിനോട് ചേർന്നാണ് ഈ കടൽ ഇരച്ചു കയറി വരുന്നത്. അപ്പോൾ ആ വീടിനുള്ളിൽ ആളുകൾ കിടന്നുറങ്ങുന്നത് എത്ര ഭയാനകമായ അവസ്ഥയിലായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അത്രയും ഭയാനകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു പുലിമുട്ട് മാത്രമേ പ്രതിവിധിയുള്ളൂ എന്ന്. വേറെ ഭയാനകമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു പ്രദേശം കടന്നു പോകുന്നത്. ഇത് പറയുന്നു, ഇത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പം ഞാനിവിടെ താമസമായിട്ട് ഏതാണ്ട് 17 വർഷത്തിൻ്റെ മേളിലായി. ഈ 17 വർഷത്തിനിടക്ക് ഈ കഴിഞ്ഞ വർഷം കൊണ്ടാണ് ഇത്രമേൽ ഈ സീവാള് താരുകയും ഇത്രമേൽ കടലടിച്ചു കയറി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. അത് മുൻകാലങ്ങളിൽ എന്നൊക്കെ പറഞ്ഞാൽ അടിയന്തരമായിട്ട് ഇങ്ങനെയുള്ള എന്തോന്ന് വരുമ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും ലോഡ് കല്ല് ഇട്ട് സഹായിച്ച് ഇതേപോലെ വീട്ടിലെ തീരദേശവാസികൾ തന്നെ അങ്ങനെ ചെയ്യുകയാണ്. തീരദേശവാസികൾ തന്നെ കല്ലിട്ട് അല്ലല്ല, സർക്കാർ അടിയന്തരമായിട്ട് എന്തെങ്കിലും നടപടി സ്വീകരിച്ച് ഇതേപോലെ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ഒരു 10 വർഷം കൊണ്ട് ഇങ്ങോട്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വന്നു. തിരിഞ്ഞു നോക്കുന്നില്ല. ഇല്ലില്ല, അങ്ങനെയുള്ള സാഹചര്യം ഇല്ലാതായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് ഈ ഇരുന്ന ഇവാൾ വീണ്ടും കടലടിച്ച് താഴുകയും ചെയ്ത് അവിടുന്ന് തിരമാലകൾ വന്ന് ശക്തമായിട്ട് വന്ന് പെരയുടെ ബാക്കിൽ അടിച്ച് ആ പെരയുടെ ബാക്കിൽ പിന്നെ ഫൗണ്ടേഷൻ മൊത്തം ഇളകിപ്പോയിട്ട് അടിയിൽ നിന്ന് മണ്ണ് വലിഞ്ഞു പോയി പൊള്ളയായിട്ട് നിൽക്കുക.
അതിൻ്റെ അകത്ത് പടിഞ്ഞാറ് സൈഡിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. കിഴക്കാപ്പുറത്തെ 2 റൂമേ ഇപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങോട്ട് പാചകം പോലും ചെയ്യാൻ വയ്യ. പാചകം ചെയ്യുന്ന ആ ഷെഡില്ല, അപ്പുറത്തെ ഷെഡില്ല. ഇത് ഇടിച്ചു കയറി മൊത്തം പോയി, തറ മൊത്തം പോയി നിൽക്കുക. തറ മൊത്തം പോയിട്ട് പൊള്ളയായിട്ട് നിൽക്കുക. ഫൗണ്ടേഷൻ മൊത്തം നിരപ്പിനുള്ള പോയിരിക്കുക. ഇത് ഞാൻ ആദ്യമേ താമസിച്ചിരുന്ന പെരയാ. ഇതൊന്ന് ഷൂട്ട് ചെയ്തേനെ. അത് അവിടെ ആദ്യമേ താമസിച്ചിരുന്നതാണ്. 2 മുറിയും അടുക്കളയും ബാത്റൂമുമായിട്ട് പടിഞ്ഞാട്ടുള്ളതായിരുന്നു. അതിപ്പം നിലവിൽ ഇത്രയേ ഉള്ളൂ. ആ റിങ്ങും പോയി, ബാത്റൂമും പോയി, ആ പെരയും ആ കണ്ടീഷനിലായി. ഇപ്പൊ താമസിക്കാനായിട്ട് വെച്ചത് ആ പെരയുടെ ഫൗണ്ടേഷനും ഇങ്ങനെ ഇളകിപ്പോയി. അത് തന്നെയാണ് മിഥുൻ അവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതായത് വർഷങ്ങളോളം അവർ ഉന്നയിച്ച ആവശ്യം ഇതുവരെയും നടപ്പിലാകാത്തതിന്റെ ഭാഗമായി അവർ ഇപ്പോഴും ഈ കടലാക്രമണ ഭീഷണി അതിഗുരുതരമായ അവസ്ഥയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ, അതായത് പുലിമുട്ടോട് കൂടിയ കടൽ ഭിത്തി വേണം. അവർക്ക് സ്വൈര്യമായി ഉറങ്ങാൻ കഴിയണം. അതുമാത്രമാണ് അവരുടെ ആവശ്യം. ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ വാഗ്ദാനങ്ങൾ വെറും വാക്കായി മാറാതിരിക്കട്ടെ.